ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു മീൻ കറിയാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ തേങ്ങയോ തക്കാളിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷെ നല്ല ക്രീമി ആയിട്ടുള്ള ചാറോട് കൂടിയിട്ടുള്ള നല്ലൊരു കറിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ മീനെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് കടുക് ചേർത്തിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങിയപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3-4 ഉണക്കമുളക് കൂടി ചേർക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളി മാത്രമാണ് ഇവിടെ എടുത്തത്. അതുകൊണ്ടായിരിക്കാം കറിക്ക് നല്ല കുറുകിയ ചാറ് കിട്ടിയിട്ടുള്ളത്. കുറച്ചേറെ ചെറിയ ഉള്ളി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ആ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കുവാണ്. പിന്നെ നമ്മൾ കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർക്കുന്നു. ഇനി നമ്മൾ ചേർക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ച ആ പേസ്റ്റാണ്. ചതച്ചെടുത്തതാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും. ഇത് നന്നായി ഇളക്കി മൊരിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ കണക്കധികം അങ്ങനെ പറയാത്തത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവൊക്കെ കൂട്ടിയും കുറച്ചും ഒക്കെ നമുക്ക് ഇടാമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇതിലേക്ക് ചേർത്തത് പൊടികളായിട്ട്. ഇനി അത് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി പൊടികളൊന്ന് മുരിഞ്ഞു വരണം. അതിൻ്റെ ആ പച്ച ചുവ മാറി വരണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കുവാണ്. നമുക്ക് ആവശ്യത്തിന് കൂടുതൽ വെള്ളം ഇനിയും വേണം. പക്ഷേ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മസാലയെല്ലാം അതിലേക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുവാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കുവാണ്. അതുകൊണ്ട് ഒരു നല്ല കുഴമ്പ് പോലെയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് തിളക്കാൻ തുടങ്ങട്ടെ. അങ്ങനെ തിളക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ബാക്കി കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ചേർക്കാം. എന്നിട്ട് ആ വെള്ളം കൂടെ ഒന്നുകൂടെ നമുക്ക് ഇങ്ങനെ ആ മസാലയെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് വെച്ചിട്ട് ഇനി അത് അടച്ചു വെച്ചൊന്ന് തിളക്കാനായിട്ട് സമയം കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഞാൻ 3-4 പച്ചമുളക് കീറി അതിലേക്ക് ഇടുന്നുണ്ട്. 2-3 കറിവേപ്പിലയും കൂടെ. ഇത് ആദ്യം നമ്മൾ ഇട്ടാലും മതി, ആ ഉള്ളി ഇട്ട സമയത്ത് ഇട്ടാലും മതി. അങ്ങനെ നമ്മുടെ കറി നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെള്ളം തിളപ്പിക്കുവാണ്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആദ്യം നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരുന്ന പുളിയാണ് ചേർക്കുന്നത്. കുടംപുളി ആദ്യം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകിയിട്ട്. അത് ഇതിലേക്ക് ചേർത്തു. ഇനി നമുക്ക് ഈ തിളക്കുന്ന ചാറിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ആ മീൻ കഷ്ണങ്ങൾ ചേർക്കാം. ഇനി 2 സൈഡിലും ഇങ്ങനെ തുണി കൊണ്ട് പിടിച്ച് ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്തിട്ട് അത് അടച്ചു വെച്ച് ആദ്യം ഹൈ ഫ്ലെയിമിൽ നമുക്കിത് വേവാനായിട്ട് വെക്കണം. 3-4 മിനിറ്റ് നല്ല തിളച്ച് വരുമ്പോഴേക്കും പിന്നെ നമ്മളത് തീ കുറച്ചിട്ട് പതുക്കെ പറ്റിച്ചെടുക്കണം. ഇടയ്ക്ക് 2-3 പ്രാവശ്യമെങ്കിലും ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ച് 2 സൈഡിലും പിടിച്ച് ഒന്ന് ചുറ്റിച്ച് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് നമുക്കിത് തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. മൺചട്ടിയിൽ ചൂട് നിൽക്കുന്നത് കാരണം ഇപ്പോൾ ഉള്ളി ചാറ് കുറച്ചുകൂടി കുറച്ച് നേരം കഴിയുമ്പോൾ കുറുകി വരും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.